ആമീൻ എന്ന് പറയുന്ന വചനത്തിന്റെ മഹത്വം എന്തെന്നറിയോ? അത് ഇസ്മുൻ മിൻ അസ്മാഇല്ലാ. ആമീൻ എന്ന് പറയുന്ന വചനം ഇസ്മുൻ മിൻ അസ്മാഇല്ലാ. അല്ലാഹു തമ്പുരാന്റെ പവിത്രമായ പേരുകളിൽപ്പെട്ട പേരാണ് ആമീൻ എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ആമീൻ പറയാൻ നമുക്ക് ആരോഗ്യക്കുറവാണ്, ആമീൻ പറയുമ്പോൾ നമുക്കൊരു ഊർജ്ജക്കുറവാണ്. പള്ളിയിലൊക്കെ ഫാത്തിഹ ഓതിയിട്ട് ഉസ്താദ് എന്ന് പറയുമ്പോ ലോറി കയറ്റം കഴിയുന്നത് പോലെ ആമീൻ കിട്ടണേ കിട്ടിക്കോട്ടെ. ആ ജാതി ആമീൻ കുഴപ്പാണ്. ഇത് പടച്ചോന്റെ പേരുകളിൽപ്പെട്ട പേരാണ്. ആദരവോടെ താല്പര്യത്തോടെ ആമീൻ പറയണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ഒരു ആമീൻ പറച്ചിലൂടെ കേട്ടോളി, ഇത് കേട്ടു പഠിച്ചോളി നിങ്ങൾ. ഒറ്റ ആമീൻ പറച്ചിലൂടെ നമ്മൾ അറിയാതെ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയോ നിങ്ങൾക്ക്? ഹദീസിൽ കാണാം പ്രിയമുള്ളവരെ, ആമീൻ 4 അക്ഷരങ്ങൾ കൊണ്ടാണ് അല്ലാഹു സംവിധാനിച്ചത്. ആമീൻ എന്ന് എഴുതുമ്പോൾ 4 അക്ഷരങ്ങൾ അതിനകത്ത് അല്ലാഹു ചേർത്തിട്ടുണ്ട്. ഈ 4 അക്ഷരങ്ങൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന 4 അക്ഷരമല്ല, അല്ലാഹുവിന്റെ 4 കിതാബിൽ നിന്നും വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ച നമ്മുടെ മുന്നിൽ വന്ന വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ ഇഞ്ചീൽ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത ഇഞ്ചീൽ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത സബൂർ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത തൗറാത്ത്, ബഹുമാനപ്പെട്ട ദാവൂദ് നബിക്ക് കൊടുത്ത സബൂർ. ഈ 4 കിതാബിൽ നിന്നും ഓരോ അക്ഷരങ്ങളും ഇങ്ങോട്ട് എടുത്തിട്ടാണ് എന്തിനെ അല്ലാഹു സംവിധാനിച്ചത്? ആമീൻ. അതുകൊണ്ട് തന്നെ കിതാബിൽ കാണാ, തഫ്സീറിന്റെ കിതാബിൽ കാണാ, ഒരാൾ ഖൽബ് തുറന്ന് ആമീൻ എന്ന് പറഞ്ഞാൽ 4 കിതാബും ഖത്തമോദിയ കൂലി കിട്ടുമത്രേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര കൂലിയെ കിട്ടുന്നത് അല്ലേ? ഇത് പഠിക്കുമ്പോഴല്ലേ ഒരു ആർജവം അല്ലേ, ഒരു ആവേശം ഉണ്ടാവും. നാളെ സുബഹിക്ക് ആമീന്റെ പെരുന്നാളായിരിക്കും, മറ്റന്നാൾ ഉണ്ടാവില്ല. ഒരു ആവേശത്തിലേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അപ്പോ എന്തിന് അല്ലാഹുവിന്റെ പ്രഗൽഭരായ മുഖറബീങ്ങളായ 4 മാലാഖമാരെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, സയ്യിദുനാ മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, സയ്യിദുനാ ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ 4 മാലാഖമാരുടെ നെറ്റിത്തടത്തിൽ അല്ലാഹു ആമീൻ എന്ന് പറയുന്ന പരിശുദ്ധ വചനത്തിന്റെ ഓരോ അക്ഷരങ്ങളും ഓരോ ഹർഫുകളും അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. റബ്ബേ, ഇതിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ, ഇതിന് ഇത്ര സ്ഥാനമുണ്ടെങ്കിൽ ഞങ്ങൾ 1000 ആമീൻ പറയാൻ തയ്യാറാണ് അല്ലാ. ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും മഹത്വമുള്ള ആമീൻ എന്ന് പറയുന്ന വചനമുണ്ടല്ലോ, മലക്കുകളുടെ നെറ്റിത്തടത്തിൽ എഴുതി എന്ന് മാത്രമല്ല, നമ്മൾ കാരണമായി അവരുടെ ശിരസിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളുടെ സൂചന വന്നാൽ ഈ 4 മലക്കുകളും സുജൂദിൽ വീഴും. തഫ്സീറിന്റെ കിതാബിൽ കാണാം, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള 4 മലക്കുകളും സുജൂദിൽ പോകുന്ന എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? ഞാൻ ആമീൻ എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ആമീൻ എന്ന് പറയുമ്പോൾ ഈ 4 മലക്കുകളും സുജൂദിൽ പോകും. എന്നിട്ട് എന്താ പറയുന്നത്? പടച്ചോനെ, ഞങ്ങൾ സുജൂദിൽ പോകാൻ കാരണം ആ ഈ ആമീൻ പറഞ്ഞ ഉപ്പുണ്ടല്ലോ, ഈ ഉമ്മണ്ടല്ലോ, ഓർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് സുജൂദിൽ കിടന്ന് അവർ ആത്മാർത്ഥമായി ദുആ ചെയ്യും. എപ്പോഴാണ് അവിടെ ശിരസ് ഉയർത്തുക എന്നറിയോ? എപ്പോഴാ ഉയർത്തുക? അവിടെ ശിരസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആമീൻ പറഞ്ഞവർക്ക് പുറത്തു തന്നു എന്ന് പറയാതെ ഉയർത്തില്ല എന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പരിശുദ്ധമായ രാപ്പകലുകളുടെ ഓരോ ആരാധനയും വളരെ പ്രിയപ്പെട്ടതാണ്, വളരെ വേണ്ടപ്പെട്ട ഇബാദത്തുകളാണ്. പരിശുദ്ധമായ റമദാൻ മാസം ഈ ലോകത്ത് കഴിഞ്ഞുപോയ 1,23,999 നബിമാർക്കും പടച്ചോൻ റമദാൻ കൊടുത്തില്ല. നമ്മുടെ മഹത്വം ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ആലോചിച്ചിട്ടുണ്ടോ? കൊടുത്തില്ല പടച്ചവൻ. ആര് ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു അല്ലാഹുവിനോട്, പടച്ചോനെ, ഈ ഖുർആനും ഈ റമദാനും ഞങ്ങൾക്കൂടെ തരുവോ റബ്ബേ എന്ന്. അല്ലാഹു എന്ത് പറഞ്ഞു? തരാൻ നിർവാഹമില്ല.
ഉണ്ടോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൂരി സീനാ പർവ്വതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അള്ളാഹു ക്ഷണിച്ചു. എന്തു കൊടുക്കാനാ? തൗറാത്ത് കൊടുക്കാൻ. തൗറാത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് എന്താ അള്ളാഹു പറഞ്ഞതെന്നറിയോ? തൗറാത്തിന്റെ മഹത്വമല്ല, ഖുർആനിന്റെ മഹത്വം. അപ്പൊ പ്രിയമുള്ളവരെ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എന്താ പറയുന്നത്? തൗറാത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ഖുർആന്റെ മഹത്വം കേട്ടപ്പോ റബ്ബേ വേണ്ടായിരുന്നല്ലോ റബ്ബേ തൗറാത്ത്. ആലോചിച്ച് നോക്കിയുണ്ട് നിങ്ങള്. ലോ അഅതൈതനി സൂറത്തൻ മിൻ സുവരിൽ ഖുർആൻ. അല്ലാഹുവേ, നീ പറഞ്ഞത് ഖുർആനിന്റെ മഹത്വമാണല്ലോ, നീ പറഞ്ഞത് വിശുദ്ധമായ കലാമിന്റെ മഹത്വമാണല്ലോ. ഇത്രയേറെ മഹാത്മ്യം ഖുർആനിനുണ്ടെങ്കിൽ റബ്ബേ, നീ ആ ഖുർആൻ ഞങ്ങൾക്ക് അതിന്റെ സൂറത്തിൽ നിന്ന് ഒരു സൂറത്ത് നൽകിയാൽ മതിയായിരുന്നു റബ്ബേ. തൗറാത്ത് മുഴുവനും ഞാൻ മടക്കി തരാം തമ്പുരാനെ. മുഴുവൻ അങ്ങോട്ട് തരാം, ഒരു സൂറത്ത്, ഒരു ഇന്നത്തേനാക്കൽ ഇങ്ങോട്ട് കിട്ടിയാ മതി. ആര് ചോദിച്ചു? സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. പടച്ചോൻ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? ലാ ഇല്ലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലി ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ നൂറൈൻ, രണ്ട് പ്രകാശം ഞാൻ പാത്തുവച്ചിട്ടുണ്ട്, രണ്ട് വെളിച്ചങ്ങൾ ഞാൻ ആർക്കും കൊടുക്കാതെ മൂടി വച്ചിട്ടുണ്ട്. ഞാൻ ആർക്കും കൊടുക്കൂലത്. ഇല്ലാ ലി മുഹമ്മദ്, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ വലി ഉമ്മത്തി മുഹമ്മദ്, അവിടുത്തെ അനുയായികളായ ഉമ്മത്തിങ്ങളായ പാവപ്പെട്ടവരായ നമുക്ക് ഈ ഉമ്മത്തിന് കൊടുക്കാതെ ഒരു സമുദായത്തിൽ ഞാൻ കൊടുക്കില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അല്ലാഹുവേ, ഒരു സമുദായത്തിനും ഒരു നബിമാർക്കും നീ കൊടുക്കാത്ത ഏറ്റവും വലിയ നിഅമത്തായ ഖുർആനും റമളാനും റബ്ബേ ഞങ്ങൾക്ക് നൽകിയല്ലോ അല്ലാഹ്. അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട റബ്ബേ. അല്ലാഹുവേ, നിങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആർക്കും കൊടുക്കാത്ത തന്ന പരിശുദ്ധ റമളാൻ നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു നൽകി. ചോദിക്കുന്നുണ്ട് മൂസ നബി, റബ്ബേ ആർക്കും കൊടുക്കാതെ നീ പാത്തുവച്ച രണ്ട് പ്രകാശമേതാ? അവിടുന്ന് പറഞ്ഞു അല്ലാഹു ഖുർആനാകുന്ന പ്രകാശമാണ്, ഒന്ന് ഖുർആനാകുന്ന വെളിച്ചാണ്. അത് ഞാൻ ആർക്കും കൊടുക്കില്ല. മറ്റൊന്നെന്താണ്? റമളാനാകുന്ന പ്രകാശമാണ്. ഈ രണ്ട് പ്രകാശവും ഞാൻ ആർക്കും കൊടുക്കില്ല, ചോദിക്കണ്ടെന്ന് പറഞ്ഞു മൂസ നബിയോട് അലൈഹിസ്സലാത്തു വസ്സലാം. ആലോചിക്കും നമ്മൾ, ആരാ മൂസ നബി? ഈ പ്രപഞ്ച ലോകത്ത് നടന്നു പോയ മഹാന്മാരിൽ മൂന്നാമതാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നാമനാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമനാരാ? ആ ചോയ്സ് നിങ്ങൾക്കാണ്. എല്ലാം മൊയിലേർ തന്നെ പറയാന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടന്നു പോയവരിൽ ഏറ്റവും വലിയ മഹാൻ മുഹമ്മദ് മുസ്തഫ. രണ്ടാമനാരാ? നിങ്ങൾ പറഞ്ഞില്ല ഇപ്പൊ തന്നെ സ്റ്റേജിൽ നിന്ന് പറയും, അതുകൊണ്ടായി പറയുന്നത്. ആദ്യം സമ്മാനം അവരും ഉണ്ടോ? രണ്ടാമനാരാ? ഒന്ന് പറഞ്ഞു നോക്കുക. ആരാ? എന്തോ യഹ്യ നബി. മാഷാ അല്ലാഹ്. അതാരാണ് പറഞ്ഞത്? ഇപ്പൊ തന്നെ കൊടുക്കണമല്ലോ സമ്മാനം അല്ലേ? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടാമത് പുണ്യ നബി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന മഹാൻ ആരാണ്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മൂന്നാമതാരാ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഈ പ്രപഞ്ച ലോകത്ത് മൂന്നാമത് നിൽക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടിയപ്പോ അത് വേണ്ട, ഒരു സൂറത്ത് കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക് ഖുർആന്റെ മഹത്വം എത്ര. നിങ്ങൾക്കറിയോ തൗറാത്ത് മനപ്പാടമുള്ള ആളുകൾ 3 പേര് മാത്രമാണ്. ഇന്ന് ഖുർആൻ മനപ്പാടമുള്ളവർ, ഇന്ന് മുസ്ഹഫിന്റെ കോപ്പികൾ 1 ലക്ഷം ഉണ്ടെങ്കിൽ 2 ലക്ഷം ഹാഫിളീങ്ങളുണ്ട് ഖുർആനിന്റെ. ഖുർആൻ മനപ്പാടാക്കിയ കുട്ടികളുണ്ട് 2 ലക്ഷം. ഖുർആൻ മുസ്ഹഫിന്റെ ഇരട്ടിയുണ്ട്. തൗറാത്ത് എത്ര പേർക്ക് മനപ്പാടുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ?
ഒന്ന് പറയഷ്ട 3 ആൾക്ക്. ഒരാളാരാ? സയ്യിദന മൂസ അലൈഹിസ്സലാം, മറ്റൊന്ന് സയ്യിദന ഹാറൂൻ അലൈഹിസ്സലാം. മൂസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. മറ്റൊന്ന് അവിടുത്തെ വേറൊരു നബിക്ക് കൂടെ. അങ്ങനെ 3 നബിമാർക്ക് മാത്രം മനപ്പാഠമുള്ള 3 പേർക്കേ മനപ്പാടുള്ളൂ. ഉണ്ടോ? ഇവരുടെ വഫാത്ത് കഴിഞ്ഞപ്പോ തൗറാത്ത് സൂക്ഷിച്ചിരുന്ന വീടിന് തീപിടിച്ച ചരിത്രം കിതാബിൽ കാണാം. തീപിടിച്ചപ്പോ തൗറാത്തിന്റെ ഫലങ്ങൾ, തൗറാത്ത് കംപ്ലീറ്റ് കത്തിപ്പോയി. ആര് വഫാത്തായി? മൂസ നബി വഫാത്തായി, ഹാറൂൻ നബി വഫാത്തായി. മനപ്പാടല്ല, ഹാഫിദീങ്ങൾ, തൗറാത്തിന്റെ ഹാഫിദീങ്ങൾ വഫാത്തായി. തൗറാത്ത് മുഴുവൻ എന്തായി? കത്തി നശിച്ചുപോയി. ബേജാറായില്ലേ? എന്താ ചെയ്യാ? ഒരു നിർവാഹമില്ല, ഹാഫിദീങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഉസൈർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ടായി. ഓർക്ക് മനപ്പാടായിരുന്നു തൗറാത്ത്. അദ്ദേഹം പറഞ്ഞു കൊടുത്തു. തുടക്കം മുതൽ A to Z അങ്ങോട്ട് വായിച്ചു ഓതിക്കൊടുത്തു. അവർ രേഖയാക്കി വെച്ചു. പണ്ഡിതന്മാരെ, തൗറാത്തിന്റെ പണ്ഡിതന്മാർ അന്തിച്ചുപോയി. പഠിച്ചോനെ, അവർക്ക് മനപ്പാടില്ല. അവർക്ക് തൗറാത്ത് തുറന്നു വെച്ച് ക്ലാസ് എടുക്കാനും വാഴ്ന്നു പറയാനൊക്കെ മിടുക്കന്മാരാ. പക്ഷെ അവർക്ക് എന്തറിയില്ല, മനപ്പാടില്ല. അപ്പൊ അതങ്ങോട്ട് എഴുതിയെടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇത്രയും വലിയ തൗറാത്ത് മടക്കി കൊടുത്തിട്ട് ഒരു സൂറത്ത് വാങ്ങണമെങ്കിൽ എത്ര കനമുണ്ടാവും നമുക്ക്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നേരം വെളുത്ത് ഈ നേരം വരെ നിസ്കാരത്തിലല്ലാതെ ഒരു സൂറത്ത് ആത്മാർത്ഥമായി ഓതിയിട്ടുണ്ടോ നമ്മൾ? ഞാൻ എന്നോട് ചോദിക്കാം. മൈക്കിലായതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചിന്തിക്കണം, പഠിച്ചോനെ, ഇത്ര തൗറാത്തിന്റെ മുഴുവൻ പകരം കൊടുത്തിട്ട് മൂസ നബി കെഞ്ചി ചോദിച്ച ഖുർആനിന്റെ ഒരു സൂറത്ത് പഠിച്ചോനെ എനിക്ക് ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു സൂറത്ത് അറിയാത്തവരുണ്ടാകുമോ? ഒരു സൂറത്ത് അല്ലേ? നമ്മൾ എത്ര നന്ദി കെട്ട ആളുകളാണ്, ഭാഗ്യം കെട്ടവരാണ്. അല്ലാഹുവേ, നിങ്ങളെ നീ അത്തരം ഭാഗ്യവാന്മാരിൽ പെടുത്തല്ലേ റബ്ബേ. ആ മൂസ നബി കെഞ്ചിയുന്ന റമളാനിന്, പരിശുദ്ധ ഖുർആനിന് മൂസ നബി ഒരു വെറൈറ്റിയാണ്. എല്ലാ നബിമാർക്കും നബുവത്ത് കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയാണ്. ആർക്ക് വരെ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ അല്ലാഹു നബുവത്ത് കൊടുത്തെങ്ങനെ? സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ, ഹിറാ പർവതത്തിൽ ജിബ്രീൽ വന്നിട്ടാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞത്. എല്ലാ നബിമാർക്കും ഇല്ല. മൂസ അലൈഹിസ്സലാം, മൂസ നബിക്ക് കൊടുത്തില്ല. നേരിട്ട് തൂരിസീനാ പർവതത്തിലേക്ക് വിളിച്ചു വെച്ചിട്ട് പടച്ചോ സംസാരിക്കുന്നു. ഖുർആൻ പറയുന്നുണ്ടല്ലോ, പടച്ചോണ്ട് സംസാരിച്ച് ഇടയിൽ മലക്കില്ല, അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ നബി വേറെ ഇല്ല. അത്ര വലിയ മഹാനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. സ്വർഗത്തിലെ അവസ്ഥ ഞങ്ങൾക്ക്, സ്വർഗത്തിൽ ഹാലറിയോ? സ്വർഗത്തിൽ പോകണ്ടേ? കൈപോക്കിയ ആളുകളുടെ തല താഴ്ന്നല്ലോ പഠിച്ചോനെ. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ എല്ലാവരും ഒരേപോലെ, ഒരേ പ്രായം, ഒരേ കോലം, ഒരേ രൂപം. സ്വർഗത്തിൽ എല്ലാം ഒരേപോലെ. ഇവിടത്തെ കോങ്ങണ്ണുള്ള ആളുകൾക്ക് അവിടെ കോങ്ങണ്ണില്ല. ഇവിടെ കോന്ത്രമ്പല്ലുള്ള ആളുകൾക്ക് അവിടെ കോന്ത്രമ്പല്ലില്ല. ഉണ്ടോ? ഇവിടെ പൊക്കം കുറഞ്ഞ ആളുകൾക്ക് അവിടെ പൊക്കക്കുറവില്ല. എല്ലാവരും സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. വല്ലുപ്പാന്റെ പേരാണ്, ഒരു കട്ടിയില്ലല്ലോ നിങ്ങൾക്ക്. സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൈറ്റ് എത്ര? 60 മുഴം. ഒരു തെങ്ങ് നമുക്ക് കണക്കാക്കിയാൽ പറ്റില്ല അത്രേ. അതിനേക്കാൾ ഹൈറ്റ് ഉണ്ട് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ഈ ഹൈറ്റ് ഉണ്ടാകും സ്വർഗത്തിൽ ഏറ്റവും ചെറിയ ആളുകൾക്ക് പോലും. സയ്യിദും കാക്കയ്ക്ക് എത്ര പൊക്കമുണ്ടാവുന്ന അറിയോ സ്വർഗത്തിൽ? അങ്ങനെ നോക്കേണ്ടി വരും. വേണ്ട, നമുക്കുണ്ടാവും ആ പൊക്കം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോക്കൊണ്ടാകാനല്ല തൗഫീഖ്, സ്വർഗ്ഗത്തിൽ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഒരു മസ്കനായി, പാർപ്പിടമായി, താമസസ്ഥലമായി നാളെ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്ത് തരാമെന്നുണ്ടെങ്കിൽ റബ്ബേ, ഈ ലോകത്തെ കഷ്ടപ്പാടല്ല റബ്ബേ, ഈ ലോകത്തെ ടെൻഷനല്ല റബ്ബേ, ഈ ലോകത്തെ രോഗം ഒരു രോഗമല്ല അല്ലാ. എന്തോരാനന്ദമാണ് ആ സ്വർഗ്ഗലോകത്തിന്. അല്ലാഹുവേ, നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, റമളാനും ഈ റജബ് മാസവും ശഅബാൻ മാസവും പടച്ചവനോട് ചോദിച്ച് ഒരുക്കം നടത്തേണ്ട പവർ ഏത് മാസത്തിലുണ്ട്? പുണ്യ റമളാൻ ഉണ്ട്. സയ്യിദുനാ അലി
റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ ഉമ്മത്തിനെ പടച്ചവൻ ശിക്ഷിക്കാൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ, ഈ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും പടച്ചവൻ അടി കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ റമളാനും സൂറത്തുൽ ഇഖ്ലാസും കൊടുക്കുമായിരുന്നില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഉമ്മത്തിനെ പടച്ചവൻ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. എല്ലാവരെയല്ല, കുറച്ച് ആളുകളെ പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടയാളാണ് എന്ത് തന്നത്? വിശുദ്ധ റമളാൻ. പിന്നെ എന്തും പ്ലസ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഓരോ ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ടും 10 തവണ ചൊല്ലിയാൽ ബറല്ലാഹു ലഹു ബൈത്തുൻ ഫിൽ ജന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസ് ഇല്ലേ? എല്ലാവർക്കും മനപ്പാടല്ലേ? ഇല്ലേ? ഏത് ഉമ്മമാർക്കും മനപ്പാടം ഉണ്ടാവുമല്ലോ അല്ലേ? നാളെ ആരോടെ പറഞ്ഞല്ലോ, ഉസ്താദേ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു 100 കുൽഫു അല്ലാഹു ഓതാതെ വേറൊരു പണിക്കും പോവില്ല. 100 കുൽഫു, കുൻഫും കരേട്ടൊക്കെ ഉണ്ട്, അത് വേറെ സ്ഥലത്താണ്. ഖുർആനിൽ കുൻഫു ഒന്നുമില്ല. കുൽഫി നാളെ കടയിലേക്ക് ഒരാൾ കടക്കാരനോട് പറഞ്ഞു 2 കുൽഫി എടുക്കുന്നു. എന്താണ് മണ്ണാങ്കട്ട അല്ലാഹു അല. അപ്പോ 100 കുൽഫു അല്ലാഹു ഓതാ. കുൽഫു ഇതെന്താണ് സാധനം? ഈ ജാതി ഓത്താണല്ലോ നമ്മുടെ ഓത്ത്. പണ്ട് ഒരാളുടെ ബറാഅത്ത് രാവിലെ യാസീൻ കേട്ടിട്ട് ആ പള്ളിയിലെ മൊല്ലാക്ക പറഞ്ഞത്രേ, ഇത് വലിയ ശുദ്ധിക്കാരനും ഓതാൻ പറ്റിയ ഓത്താണ്, വലിയ ശുദ്ധിക്കാരനും ഓതാൻ പാടില്ല, പക്ഷേ ഇത് ആർക്കും ഓതാ. ഖുർആൻ ആണെങ്കിലല്ലേ പറ്റില്ലാത്തുള്ളൂ. കുൽഫു അല്ല, അപ്പൊ ആ സൂറത്തുൽ ഇഖ്ലാസ് 10 വട്ടം വേണ്ട. 5 ഫർദ് നിസ്കാരത്തിന് വേണ്ട, ഒരു ദിവസം 10 ഓതാൻ പറ്റുമോ നിങ്ങൾക്ക്? വേണ്ട. ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പതിവായി ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നാളെ വിശ്വാസികൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ഇങ്ങനെ തീരുമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തുമ്പോൾ ഇങ്ങോട്ട് മാറടോ അങ്ങോട്ട് മാറടോ എന്നൊക്കെ പറയുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയവരുണ്ടല്ലോ, ദിവസവും 10 ഓതിയവർ, അവർ സ്വർഗത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കും. പടച്ചോനെ ഏത് ഡോറാണാവോ പടച്ചോനെ ഞങ്ങൾക്ക് തുറന്നു തരിക. നിസ്കാരക്കാരുടെ കവാടമുണ്ട്, നോമ്പുകാരുടെ കവാടമുണ്ട്, സ്വതക്കക്കാരുടെ കവാടമുണ്ട്, ഞങ്ങൾക്ക് ഏതിലൂടെ പോകാൻ പറ്റും? ഇങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോൾ സ്വർഗത്തിൻ്റെ 4 വാതിലുകൾ മലക്കെ തുറന്നിട്ട് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലൂടെ കയറിക്കോളി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കത്? ദിവസവും 10,000 റക്അത്ത് നിസ്കരിക്കുന്നവർക്കല്ല, സൂറത്തുൽ ഇഖ്ലാസ് 10 വട്ടം ഡെയിലി ഓതുന്നവർക്ക്. ഓതൂല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അലി റളിയല്ലാഹു തആല എന്ന് പറയാം, സൂറത്തുൽ ഇഖ്ലാസും റമളാനും പടച്ചോൻ കൊടുത്തപ്പോൾ മനസ്സിലായി ഈ ഉമ്മത്തിനെ മുഴുവൻ പേരെയും പടച്ചോൻ ശിക്ഷിക്കില്ല, നരകത്തിലൂടില്ല. ആ സ്വർഗത്തിൽ പോകുന്ന ഗ്രൂപ്പിൽ പടച്ചോനെ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് ഈ കബറിൽ കിടക്കുന്ന സാധുക്കളായ ഉമ്മൊപ്പമാരെയും നീ ചേർക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ സൂറത്ത് ഇഖ്ലാസിൻ്റെയും കൂട്ടത്തിൽ റമളാനിൻ്റെയും മഹത്വം വിശ്വാസികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ.